എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺമക്കളാണ്. എനിക്ക് സഹോദരന്മാരില്ല. ഉപ്പ രോഗിയായി കിടപ്പിലാണ്. ഗൾഫിൽ ഉപ്പ വളരെക്കാലം അധ്വാനിച്ച സ്ഥലം വല്യുപ്പാൻ്റെ പേരിൽ ആയതിനാൽ ഉപ്പാൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വീതിച്ചു നൽകി. ഇനി ഉപ്പാൻ്റെ പേരിൽ ബാക്കിയുള്ള സ്വത്തുക്കൾ ഞങ്ങൾ 3 പെൺമക്കൾക്കും ഇപ്പോൾ തരാൻ ഉപ്പ ആഗ്രഹിക്കുന്നു. അതിൽ ഇസ്ലാമികമായി എന്തെങ്കിലും തെറ്റുണ്ടോ? അത് ഉപ്പയ്ക്കും ഞങ്ങൾക്കും പരലോകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഒന്ന് വിശദീകരിക്കണം എന്നാണ് ചോദ്യം. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ചോദ്യത്തിന് മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒന്ന്, ഇന്ന് പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. വിദേശത്ത് പോയിട്ടാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരാൾ സ്ഥലം വാങ്ങും, വസ്തുക്കൾ വാങ്ങും, ബിൽഡിങ് വാങ്ങും. അത് വാപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിൽ എന്ന നിലക്ക് എഴുതി വെക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, വാപ്പയോടുള്ള സ്നേഹവും ബഹുമാനവും ഉമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും നമ്മൾ പ്രകടിപ്പിക്കേണ്ടുന്നത് നമ്മുടെ വസ്തു അവരുടെ പേരിൽ വാങ്ങിയിട്ടുകൊണ്ടല്ല. അങ്ങനെ ഒരു ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കണമെന്ന്, നമുക്ക് അനുഭവിക്കണമെന്ന് വിചാരിച്ച് വാങ്ങുന്ന വല്ല വസ്തുക്കളുമുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിൽ വാങ്ങുക. വാപ്പയെ, ഉമ്മയെ, അതുപോലുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള മാർഗങ്ങൾ എത്രയോ ഉണ്ട്. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് അവരെ ബഹുമാനിച്ചും ആദരിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ഒക്കെ നമ്മൾ ചെയ്യണം. അതിൽ യാതൊരു ഇതുമില്ല. അത് നിർബന്ധമായ ബാധ്യതയാണ്. പക്ഷേ അത് വാങ്ങുന്ന സ്ഥലം അവരുടെ പേരിലാക്കിയാലേ അവരോടുള്ള ബഹുമാനമാകൂ, അവരോടുള്ള ബാധ്യതയാകൂ. അല്ലെങ്കിൽ അതൊരു മോശമാണ് എന്ന് നമ്മൾ മലയാളികൾ തീരുമാനിച്ചൊരു തീരുമാനമാണ്. അത് ഇസ്ലാമികമല്ല. അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്വത്തുണ്ടെങ്കിൽ, എനിക്ക് ഭാവിയിൽ എനിക്കും എൻ്റെ മക്കൾക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാപ്പാൻ്റെ പേരിൽ വാങ്ങിയിട്ടും കാര്യമില്ല, ഉമ്മാൻ്റെ പേരിൽ വാങ്ങിയിട്ടും കാര്യമില്ല. അത് നമുക്ക് കിട്ടില്ല. ഇനി ഈ വാപ്പയും ഉമ്മയും അവർ ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള, അഥവാ വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ വരാത്ത ഒരു ഘട്ടത്തിൽ അങ്ങനെ വല്ലതും വാങ്ങിയവരുണ്ടെങ്കിൽ അതെൻ്റെ പേരിലാക്കി തരണം, അത് ഞാൻ വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ആക്കുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ തന്നെ അതാക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ വളർത്തിയതായിരിക്കും നമ്മുടെ സഹോദരങ്ങളെ. മൂത്ത ഒരു സഹോദരൻ എന്ന നിലക്ക് ഈ ചെറിയ സഹോദരങ്ങളെ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് നമ്മളായിരിക്കും. നമ്മുടെ സഹോദരിമാരെ വിവാഹം കഴിച്ചയക്കാനുള്ള സാമ്പത്തികമായ ചെലവുകൾ മുഴുവൻ ആയിരിക്കും എന്ത് ചെയ്തിരിക്കുക, നൽകിയിട്ടുണ്ടാകുക. അങ്ങനെയൊക്കെ ചെയ്താലും ഈ സഹോദരങ്ങളും ഈ പെങ്ങന്മാരുമൊക്കെ അവർക്കതിനെപ്പറ്റി ഒരു അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് ഞങ്ങളുടെ വാപ്പയുടെ മുതലാണ് എന്ന നിലക്ക് തന്നെയാണ് അവർ ആ കാര്യത്തെ കാണുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമുക്ക് വേണമെന്നാഗ്രഹിക്കുന്ന സ്വത്ത് ഒരിക്കലും വാപ്പയുടെ പേരിലും ഉമ്മയുടെ പേരിലും വാങ്ങാതിരിക്കുക. അങ്ങനെ വല്ലതും വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നല്ല ബോധവും വിവേകവും ഉള്ള സമയത്ത് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ പേരിലേക്കാക്കുക. നമുക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സഹോദരങ്ങളെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതവൻ മാത്രം വാങ്ങിയതാണ്, അവൻ്റെ മാത്രം പൈസ കൊണ്ട് വാങ്ങിയതാണ്, അത് ഞാൻ അവൻ്റെ പേരിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനും ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു സഹോദരിക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ അവരുടെ മരണശേഷമാണെങ്കിൽ അത് അവരും കൂടി അതിൻ്റെ അവകാശികളായി മാറി. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്തായതുകൊണ്ട് അവരും കൂടി അതിലുള്ള അവകാശികളായി മാറി. അതാണ് ഒന്നാമത് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഇവർക്കത് നഷ്ടപ്പെട്ടു, ഇവർക്ക് അർഹതപ്പെട്ടത് എന്നവർ വിശ്വസിക്കുന്ന വാപ്പയുണ്ടാക്കിയ സ്വത്തുക്കൾ വല്ലിപ്പയുടെ പേരിൽ വാങ്ങിയതുകൊണ്ട് അവർക്കത് നഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് ഞങ്ങൾക്ക് കിട്ടുമോന്നോ? 3 പെൺമക്കളായതുകൊണ്ട് സ്വത്തിൻ്റെ 2 ഭാഗമാണ് അവർക്ക് കിട്ടുകയുള്ളൂ. സ്വത്തിൻ്റെ 2 ഭാഗമാണ് അവർക്ക് കിട്ടുക. അതിലധികമായിട്ട് ഈ വാപ്പ ജീവിച്ചിരിക്കുന്ന നല്ല ബുദ്ധിയും വിവേകവുമൊക്കെയുള്ള ഒരു സമയത്ത്
വല്ലതും ഈ മക്കൾക്ക് ഇഷ്ടദാനമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ 3 മക്കളുടെയും പേരിൽ ഇഷ്ടദാനമായിട്ട് കൊടുക്കാം. പക്ഷേ അത് ഏത് നിയ്യത്തിലാകരുത്? ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ സ്വത്തിന് അർഹരായിട്ട് വരുന്നത് എൻ്റെ അനുജന്മാരും എൻ്റെ പങ്ങന്മാരുമൊക്കെയാണ്. അതുകൊണ്ട് അവർക്കത് കിട്ടരുത്, അത് ഇവർക്ക് തന്നെ കിട്ടട്ടെ എന്ന നിയ്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടദാനം പോലും പാടില്ല. ഒരാൾക്ക് സ്വന്തം മക്കൾക്ക് സ്വമേധയാ എന്തെങ്കിലും ഇഷ്ടദാനമായി കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ ഇവർക്ക് കിട്ടാതിരിക്കാൻ യഥാർത്ഥ അവകാശികളായിട്ട് അള്ളാഹ് നിശ്ചയിച്ചവരാണ് ആര്? ഈ സഹോദരനും സഹോദരിയുമൊക്കെ ഇയാൾക്ക് പെൺമക്കൾ മാത്രമാണ് ഉള്ളത് എന്നതുകൊണ്ട് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊടുക്കട്ടെ എന്ന ഒരു നിയ്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പോലും പാടില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ചോദിക്കുന്നത് എങ്കിൽ, മക്കൾക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് ഈ ചോദ്യമെങ്കിൽ, അവർക്കങ്ങനെ ഇഷ്ടദാനം പോലും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എത്രയേ കിട്ടുള്ളൂ? ഈ 3-ൽ 2 അള്ളാഹു നിശ്ചയിച്ച അവകാശമാണ് അവർക്ക് ലഭിക്കുക. അല്ലാത്തത് ആർക്ക് പോകും? അവരുടെ സഹോദരങ്ങൾക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.